അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ സംസാരിച്ചത് പള്ളിയിലേക്ക് കയറിയാലുള്ള മര്യാദകളൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. അങ്ങനെ ഒരുപാട് ചർച്ചകൾ വന്നു. ദിക്റുകളും ദുആകളും ഒക്കെ ചർച്ചയിൽ വന്നു. അതുപോലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന അമലുകൾ, ദിക്റുകൾ, വിർദുകൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ദിക്റുകളിൽ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടുന്ന ദിക്റുകളിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ അതിൽ കൊണ്ടുവരേണ്ടുന്ന ചില ദിക്റുകളെക്കുറിച്ചും തസ്ബീഹുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 1, 2, 3, 4 തസ്ബീഹുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 5-ാമത്തേത് 10 ദിക്റുകളെക്കുറിച്ച്, തസ്ബീഹുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ 1 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 2 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 3 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. 4 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നുള്ളതാണ്. ഇതൊക്കെ ദിവസവും നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളിലും തസ്ബീഹുകളിലൊക്കെ പെട്ടതാണ്. തസ്ബീഹ് പറയുന്നുണ്ട്, ചിലത് ദിക്ർ പറയുന്നുണ്ട്. ഈ 5-ാമത്തെ ഒരു ഇത് പറയുന്നത് തസ്ബീഹിനെ കുറിച്ചാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലിക്കുർ റൂഹ് എന്നുള്ള ആ തസ്ബീഹ് ദിവസവും നമ്മൾ ചൊല്ലേണ്ടുന്നതാണ്. 6-ാമത്തേത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് 7-ാമത്തെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹു ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅസ്അലുഹു തൗബത വൽ മഗ്ഫിറ. 8-ാമത്തെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇനി 9-ാമത്തേത് ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസഹ്ബിഹി വസല്ലം. 10 ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇങ്ങനെ 10ഓളം കാര്യങ്ങൾ, ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തസ്ബീഹുകളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു. തുക്കർറു കുല്ല വാഹിദത്തും മിൻ ഹാദിഹിൽ കലിമാത്ത്. ഈ വാചകങ്ങളിൽ ഓരോന്നും നമ്മൾ ആവർത്തിക്കണം. 100 മറ, 100 പ്രാവശ്യമോ, 70 മറ, അല്ലെങ്കിൽ 70 പ്രാവശ്യമോ, 10 മറാത്തിൻ, അല്ലെങ്കിൽ 10 പ്രാവശ്യമോ. വഹുവ അഖല്ലുഹു, 10 പ്രാവശ്യം പറയൽ ഏറ്റവും ചുരുങ്ങിയത്. ലിയകൂനൽ മജ്മൂഉ മിഅ, മൊത്തത്തിൽ 100 ആവാൻ 10 × 10 100. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഇത് പതിവാക്കണം. വലാസിം ഹാദിഹിൽ ഔറാത്ത്, ഈ ദിക്റുകൾ, തസ്ബീഹുകൾ, ഈ സ്വലാത്തുകൾ, ഇതൊരു വൃദ്ധാണ്, ദിവസവും ചെല്ലേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ നിത്യമാക്കണം. വലാ തതകല്ലം ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നീ സംസാരിക്കരുത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരേണ്ടുന്നത് എപ്പോഴാണ്? നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഖുർആൻ ഓതി, ദിക്റുകളൊക്കെ ഓതി ചൊല്ലി ഇങ്ങനെ അവിടെ ഇരിക്കണം. ഫഫിൽ ഖബരി, ഹദീസിലുണ്ട്, അന്നദാലിക അഫ്ളലു മിൻ ഇത്താഖി സമാനി റിഖാബിൻ മിൻ വലദി ഇസ്മായിൽ. ഇങ്ങനെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് വരെ സംസാരിക്കാതെ ഈ കാര്യങ്ങളിൽ വിവൃതനായി കഴിഞ്ഞാൽ, ഈ ദിക്റുകളിൽ വിവൃതനായി കഴിഞ്ഞാൽ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽ നിന്ന് 8 അടിമകളെ മോചിപ്പിച്ചതിനേക്കാളും ശ്രേഷ്ഠമാണ്. അനിയൽ ഇസ്തിഅല ബിദ്ദിക്രി ഇലാ തുലൂഇ ശംസി മിൻ ഗൈരി അൻ യതഖല്ലലഹു കലാമൻ എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞത് തന്നെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ സംസാരിക്കാതെ, ഇടയിൽ സംസാരം വരാത്ത രൂപത്തിൽ ദിക്റുകളിൽ ഏർപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഒരു ശ്രേഷ്ഠതയാണത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ